ലോകം ഇന്ന് എണ്ണയ്ക്കും ഗ്യാസിനും വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ, പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങൾ യുദ്ധഭീതിയിൽ പുകയുമ്പോൾ, ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തമായി ഇന്ധനം നിർമ്മിക്കാനുള്ള വിസ്മയകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ. തമിഴ്നാട്ടിലെ കൽപ്പാക്കം എന്ന തീരദേശ പട്ടണം നാളത്തെ ഹോർമൂസ് കടലിടുക്കായി മാറുകയാണ്. അതേന്ന് തന്നെ പറയേണ്ടി വരും. ഏപ്രിൽ 6-ാം തീയതി രാത്രി 8:25 കൽപ്പാക്കത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അതിന്റെ ആദ്യ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചപ്പോൾ അത് ഇന്ത്യയുടെ ഊർജ്ജ സ്വാതന്ത്ര്യത്തിന്റെ വിളംബരം കൂടിയായിരുന്നു. ഇതോടെ റഷ്യ കഴിഞ്ഞാൽ ഈ സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള ലോകത്തെ ഒരേയൊരു രാജ്യമെന്ന പദവിയിലേക്ക് ഇന്ത്യ നടന്നു കയറിയിരിക്കുന്നു. അമേരിക്കയും ഫ്രാൻസും ജപ്പാനും ബില്യൺ കണക്കിന് ഡോളർ ചിലവാക്കി തോറ്റു പിന്മാറിയ ഇടത്താണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഈ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ നേട്ടത്തെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു അക്ഷയ പാത്രമാണ്. സാധാരണ റിയാക്ടറുകൾ ഇന്ധനം കത്തിച്ച് ഊർജമുണ്ടാക്കുമ്പോൾ കൽപ്പാക്കത്തെ ഈ മാന്ത്രിക റിയാക്ടർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നു. അതായത്, നിങ്ങളൊരു കാറിൽ 12 ലിറ്റർ പെട്രോൾ അടിച്ച് യാത്ര പോയി തിരിച്ചു വരുമ്പോൾ ടാങ്കിൽ 14 ലിറ്റർ ബാക്കിയുണ്ടായാൽ എങ്ങനെയുണ്ടാവും? ആ ഒരു മാന്ത്രികതയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഡോക്ടർ ഹോമി ജെ ഭാഭ 60 വർഷം മുമ്പ് കണ്ട സ്വപ്നമാണ് ഇന്ന് പൂവണിയുന്നത്. യുറേനിയം ഉപയോഗിച്ചു തുടങ്ങി പ്ലൂട്ടോണിയത്തിലൂടെ കടന്ന് ഒടുവിൽ ഇന്ത്യയുടെ കൈവശമുള്ള അതിവിപുലമായ തോറിയം നിക്ഷേപത്തെ ഇന്ധനമാക്കി മാറ്റി നൂറ്റാണ്ടുകളോളം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള 3 ഘട്ടങ്ങളുള്ള പദ്ധതിയാണിത്. ഈ 3 ഘട്ടങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ പാലമാണ് കൽപ്പാക്കം. എന്തുകൊണ്ടാണ് ഈ പദ്ധതി ചൈനയെയും അമേരിക്കയെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നത്? ലോകത്ത് ആരും പരീക്ഷിച്ച് വിജയിക്കാത്ത ലിക്വിഡ് സോഡിയം കൂളിംഗ് ടെക്നോളജി പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്താണ് ഇന്ത്യ ഈ വിജയം നേടിയത്. ആരോടും സാങ്കേതിക വിദ്യ കടം ചോദിക്കാതെ 0-ൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഈ എഞ്ചിനീയറിംഗ് വിസ്മയം കണ്ട് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി അതായത് IEA പോലും ഇന്ത്യയെ പ്രശംസിച്ചു കഴിഞ്ഞു. പ്രതിവർഷം 12 ലക്ഷം കോടി രൂപ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി ചിലവാക്കുന്ന ഇന്ത്യക്ക് ഈ തുക ലാഭിക്കാൻ സാധിച്ചാൽ ആ നിമിഷം ഭാരതം ലോകത്തിന്റെ അധികാര കേന്ദ്രമായി മാറും. ഊർജ്ജമെന്നാൽ അധികാരമാണ്. ആ അധികാരത്തിന്റെ താക്കോലിപ്പോൾ ഇന്ത്യയുടെ കയ്യിലാണ്. ഇവിടെയാണ് കേരളത്തിന്റെയും പ്രസക്തി ഏറുന്നത്. വരും നൂറ്റാണ്ടുകളിൽ ലോകമൂർജ്ജത്തിനായി നെട്ടോട്ടമോടാൻ പോകുന്ന ആ മാന്ത്രിക ഇന്ധനം തോറിയമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തോറിയം നിക്ഷേപമുള്ളത് ഇന്ത്യയിലാണ്. അതിൽ തന്നെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചത് നമ്മുടെ കേരളത്തെയാണ്. കൊല്ലം ചവറയിലെ തീരത്തടിയുന്ന തിളങ്ങുന്ന കരിമണൽ വെറും ഒരു മണലല്ല, അത് വരും കാലത്തെ ക്രൂഡ് ഓയിലാണ്. ഈ കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന തോറിയത്തെ യുറേനിയം 233 ആക്കി മാറ്റുന്നതോടെ ഇന്ത്യക്ക് ലഭിക്കുന്നത് ഒരിക്കലും വറ്റാത്ത ഇന്ധനശേഖരമാണ്. ഗൾഫ് രാജ്യങ്ങളെ എണ്ണക്കിണറുകൾ അനുഗ്രഹിച്ചിരിക്കുന്നത് പോലെ പ്രകൃതി ഭാരതത്തെ അനുഗ്രഹിച്ചിരിക്കുന്നത് കേരളത്തിലെ ഈ തീരദേശ മണലിലൂടെയാണ്. ഈ പ്ലാൻ മനസ്സിലായോ? കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിന് ലഭിച്ച റെയർ എർത്ത് കോറിഡോർ എന്ന പ്രഖ്യാപനം വെറും ഒരു പദ്ധതിയല്ല, മറിച്ച് ഇന്ത്യയുടെ ഊർജ്ജഭാവിയുടെ കേന്ദ്രബിന്ദു കേരളമാണെന്നതിന്റെ അടയാളമാണ്. ഈ ആണവ വൈദ്യുതി എങ്ങനെയാണ് സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത്? വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപാദന ചെലവ് ഗണ്യമായി കുറയും. വീടുകളിലെ വൈദ്യുതി നിരക്ക് കുറയുന്നതിനൊപ്പം വ്യവസായങ്ങൾ വളരുകയും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല, ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവത്തിന് ഇത് ആക്കം കൂട്ടും. പെട്രോൾ അടിക്കാൻ ചിലവാക്കുന്ന തുകയുടെ 10-1 ചിലവിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധിക്കും. വൻകിട വാഹനങ്ങൾക്കായി ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനും ഈ ആണവ വൈദ്യുതി സഹായിക്കും. പുകയ്ക്ക് പകരം നീരാവി മാത്രം പുറത്തുവിടുന്ന ഗ്രീൻ ഹൈഡ്രജൻ വാഹനങ്ങൾ ഇന്ത്യയുടെ റോഡുകളിൽ നിറയുന്നതോടെ എണ്ണ ഇറക്കുമതിക്കായി വിദേശത്തേക്ക് ഒഴുകുന്ന ലക്ഷക്കണക്കിന് കോടി രൂപ രാജ്യവികസനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും. അതായത്, മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ കൽപ്പാക്കത്തെ റിയാക്ടറുകൾ ജ്വലിക്കുമ്പോൾ തിളങ്ങുക ഇന്ത്യൻ ആത്മാഭിമാനത്തിന്റെ തിളക്കം കൂടിയായിരിക്കും. ലോകം മണലാരണ്യങ്ങളിലെ എണ്ണക്കിണറുകൾക്കായി കലഹിക്കുമ്പോൾ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് ഇന്ത്യ ഭാവി കെട്ടിപ്പടുക്കുകയാണ്. ഇത് ശാസ്ത്രത്തിന്റെ മാത്രം വിജയമല്ല, വിട്ടുവീഴ്ചയില്ലാത്ത ഇച്ഛാശക്തിയുടെ കൂടി വിജയമാണ്. ഇന്ത്യ ഇനി ഊർജം ചോദിച്ചു നിൽക്കുന്ന രാജ്യമല്ല, മറിച്ച് ഊർജം സൃഷ്ടിക്കുന്ന ലോകശക്തിയാണ്. തമിഴ്നാട്ടിൽ റിയാക്ടറുകളെ ജ്വലിപ്പിക്കുന്ന ജീവൻ കേരളത്തിന്റെ മണ്ണിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നത് ഓരോ മലയാളിക്കും അഭിമാനമാവുന്ന കാര്യമാണ്. വരും വർഷങ്ങളിൽ ലോകത്തിന്റെ കണ്ണ് ഈ കൊച്ചു ദ്വീപുകളിലേക്കും തീരങ്ങളിലേക്കുമായിരിക്കുമെന്നതിൽ സംശയമില്ല.